നടനും ടി.വി.കെ നേതാവുമായ വിജയ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുമായി കൂടിക്കാഴ്ച നടത്തി. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പരാതി നൽകാനാണ് വിജയ് എത്തിയത്. കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിജയുടെ നീക്കം എന്താണ്? ഇന്ന് രാവിലെ ഒരു വലിയ കത്ത് എന്താണ്? സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതരാക്കുക, അവരെ സുരക്ഷിതരാക്കുക, അവർ സുരക്ഷിതരായ തമിഴ്നാടാണ് തൻ്റെ ലക്ഷ്യമെന്നൊക്കെ സൂചിപ്പിച്ച് കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം ഗവർണറെ കാണുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലിന് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വിജയ് ഒരുങ്ങുന്നു എന്നതാണോ സൂചന? വിജയകുമാർ, തീർച്ചയായിട്ടും ഈ കൂടിക്കാഴ്ച ഏറെ പ്രധാനമാണ്. കാരണം ടി.വി.കെ രൂപീകരിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് വിജയ് ഗവർണറെ കാണുന്നത്. നേരത്തെ ഗവർണർ എന്നൊരു പദവി തന്നെ ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന തരത്തിലൊക്കെ വിജയ് തൻ്റെ ആദ്യ സമ്മേളനത്തിലെ പ്രസംഗത്തിലൊക്കെ സംസാരിച്ചിരുന്നു. അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഗവർണറെ കാണാനായി വിജയ് തീരുമാനിച്ച് രാജ്ഭവനിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് അദ്ദേഹം ഗവർണറെ കണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി പീഡനത്തിനിരയായ സംഭവമാണ് വിജയ് ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു 3 പേജുള്ള പെറ്റീഷൻ വിജയ് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില ചില പ്രശ്നത്തിലാണ്. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് തീരെ സുരക്ഷ ഇല്ലാത്തൊരു സംസ്ഥാനമായി തമിഴ്നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആശങ്കകളൊക്കെ മുന്നോട്ട് വെച്ച് തന്നെയാണ് വിജയ് ഇപ്പോൾ ഗവർണറെ കണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂചന എന്നോണമാണ് രാവിലെ വിജയ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി ഒരു കത്തെഴുതിയത്. സുരക്ഷിതമായ ഒരു തമിഴ്നാടാണ് തൻ്റെ ലക്ഷ്യം. ഒപ്പം തന്നെ താൻ എപ്പോഴും ഒരു ജ്യേഷ്ഠനായി സ്ത്രീകൾക്കൊപ്പം ഉണ്ടാകും, യാതൊരു തരത്തിലുള്ള അക്രമവും അനുവദിക്കില്ല, അക്രമങ്ങളെയൊക്കെയും അമർച്ച ചെയ്യുകയാണ് തൻ്റെ ലക്ഷ്യം എന്നൊക്കെയായിരുന്നു ഈ കത്തിൽ പ്രധാനമായും വിജയ് ഉറപ്പു നൽകിയത്. അതിന് പിന്നാലെയാണ് ഗവർണറോട് ഒരു നിർണായക കൂടിക്കാഴ്ച നടത്തുന്നത്. ഇക്കാര്യത്തിലെ രാഷ്ട്രീയ വശം തീർച്ചയായും ഈ വിഷയം ടി.വി.കെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് DMK സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അതിൽ തങ്ങളും ഒട്ടും പിന്നോട്ടല്ല, ഈ പ്രതിഷേധം തങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നൊരു സൂചന നൽകിക്കൊണ്ടാണ് വിജയ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ആദ്യം അദ്ദേഹം തൻ്റെ പ്രതികരണം ഒരു എക്സ്പോസ്റ്റിൽ മാത്രമാണ് ഒതുക്കിയിരുന്നത്. അതിന് പിന്നാലെ രാവിലെ കത്ത് വരുന്നു, ശേഷം ഗവർണറെ കാണുന്നു. ഏറ്റവും പ്രധാനമായും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ്, സർക്കാരിനെതിരെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മത്സരം ഇപ്പോൾ പാർട്ടികൾ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അണ്ണാമലയുടെ ശപഥം, AIADMKയുടെ പ്രത്യക്ഷ സമരം, ഇപ്പോൾ വിജയുടെ കത്തും ഗവർണറെ കാണലും, അങ്ങനെ പ്രധാന പ്രതിപക്ഷം ആരായി മാറുന്നു എന്നുള്ളൊരു ആംഗിൾ കൂടി നിശ്ചയിക്കുന്ന വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. അണ്ണാ സർവകലാശാലയിൽ ക്യാമ്പസിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ വിജയ് ഗവർണറെ കണ്ടു. ഏതാണ്ട് 20 മിനിറ്റ് ദീർഘമായി കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗവർണറോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ തമിഴ്നാട്ടിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ്. അതിനിടെയാണ് വിജയുടെ നീക്കങ്ങളും. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.